എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 75, 76 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ആദ്യത്തെ ശ്ലോകത്തിൽ ഉപജാതി വൃത്തവും രണ്ടാമത്തേതിൽ ഉപേന്ദ്രവജ്ര വൃത്തവുമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. മഗധയിലെ രാജാവായിട്ടുള്ള ജരാസന്ധനും സൈന്യവും മധുരാപുരി വളഞ്ഞു എന്നും മധുരാപുരിയിലെ യാദവന്മാരും അതുപോലെ തന്നെ ശ്രീകൃഷ്ണനും ബലരാമനും ആക്രമിക്കാൻ വേണ്ടി പോണേയുള്ളൂ. അവരുടെയൊക്കെ ആക്രമണത്തെ പറ്റിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ വർണ്ണിച്ചു കൊണ്ടിരുന്നത്. ആ ഒരു വിഷയമൊക്കെ തന്നെയാണ് ഇനിയും പറയണത്. നമുക്കാദ്യം 75ാമത്തെ ശ്ലോകം ചൊല്ലാം. പരേ പരോത്സേകമപാരയന്ത സോഢും സമാരൂഢ സമഗ്രകോപ അനുദ്രുതാസ്വേന ബലേന ദൂരേ ജവേന ജഗ്മുസ്വയമേവ യോദ്ധും. ആദ്യം പദച്ഛേദം പറയാം. പരേ പരോത്സേകം അപാരയന്ത സോഢും സമാരൂഢ സമഗ്രകോപാഃ അനുദ്രുതാ സ്വേന ബലേന ദൂരേ ജവേന ജഗ്മുഃ സ്വയം ഏവ യോദ്ധും. ചെറിയ ചെറിയ വാക്കുകൾ ധാരാളമായിട്ട് 3-4 വരികളിൽ കാണാനുണ്ട്. സമസ്ത പദങ്ങൾ പൊതുവെ കുറവാണ്. ഇവിടെ യാദവന്മാരുടെ തന്നെ ഒരു കൂട്ടർ എന്താ ചെയ്തത് എന്നാണ് പറയുന്നത്. ഓരോരുത്തരായിട്ട് ഓരോ ഗ്രൂപ്പുകൾ, ഓരോ കൂട്ടങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിരുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു. ഇവിടെയും ഒരു കൂട്ടരെ പറ്റിയിട്ട് യാദവന്മാരൊരു കൂട്ടർ എന്തൊക്കെയാണ് ചെയ്തത് എന്നാണ് പറയണത്. പരേ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടർ, യാദവന്മാരിൽ തന്നെ ഒരു കൂട്ടർ. പരോത്സേകം സോഢും അപാരയന്ത. പരോത്സേകം എന്ന് പറഞ്ഞാൽ അവിടെ പരന്മാർ എന്നുള്ളത് കൊണ്ട് ശത്രുക്കൾ എന്നർത്ഥം. ശത്രുക്കളുടെ ഉത്സേകം എന്ന് പറഞ്ഞാൽ അവരുടെ ആക്രമണം, ഗർവ് കൊണ്ട് അവർ ചെയ്തു കൂട്ടുന്നതായ ഔദ്ധത്യങ്ങൾ, അതാണ് പരോത്സേകം എന്ന് പറയുന്നത്. അത് സോഢും സഹിക്കുവാൻ. അപാരയന്ത എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാതെ. സോഢും അപാരയന്ത എന്ന് കൂട്ടി വായിക്കുമ്പോൾ അതിനർത്ഥം സഹിക്കാൻ പറ്റാതെ വന്നിട്ട്, ശത്രുക്കളുടെ ആക്രമണം ഒട്ടും തന്നെ സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ സോഢും അപാരയന്ത അവരെന്താ ചെയ്തത്? സമാരൂഢ സമഗ്രകോപാഃ. സമാരൂഢം എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചു വന്നതായ, സമഗ്രകോപാഃ കഠിനമായിട്ടുള്ള ദേഷ്യം, പ്രവൃദ്ധമായ ദേഷ്യത്തോടു കൂടിയിട്ട് യാദവന്മാരെന്താണ് ചെയ്തത്? സ്വേന ബലേന അവരുടെ സൈന്യങ്ങളോട് കൂടിയിട്ട്, അതായത് ചില യാദവന്മാരെ രാജപദവിയൊക്കെ ഉള്ള സാമന്ത രാജാക്കന്മാരുടെ പദവിയുള്ളവരായിട്ടുള്ള യാദവന്മാർ അവരവരുടെ സൈന്യങ്ങളുമായിട്ട് മഗധയിലെ രാജാവായിട്ടുള്ള ജരാസന്ധനോട് അല്ലെങ്കിൽ ജരാസന്ധൻ്റെ സൈന്യങ്ങളോട് ഏറ്റുമുട്ടാൻ വന്നു. അപ്പോൾ ഈ ശത്രു സൈന്യത്തിൻ്റെ ശക്തി കാരണം ഇവർക്ക് വല്ലാതെ ദേഷ്യം വന്നു. അവർക്ക് ഒന്നും ആക്രമിക്കാനുള്ളൊരു ശക്തി അവർക്ക് ഇല്ലാതെയായി എന്നുള്ളത് കൊണ്ട് അവർ ക്രോധത്തോടു കൂടി തൻ്റെ സൈന്യങ്ങളെയും കൊണ്ട് ദൂരേക്ക് ഓടിപ്പോയി. അതാണ് പറയണത്. ദൂരത്തേക്ക്. അനുദ്രുതാഹ എന്ന് പറഞ്ഞാൽ ദൂരത്തേക്ക് മാറ്റിക്കൊണ്ടുപോയി. ഈ രാജാക്കന്മാരുടെ സൈന്യങ്ങൾ ഇവരെ ഇനി മഗധ രാജാക്കന്മാരെ ആക്രമിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സൈന്യത്താൽ അവിടെ സൈന്യങ്ങൾ ഈ രാജാക്കന്മാരെ പിടിച്ചുകൊണ്ടുപോയി, ബലമായിട്ട് പിടിച്ചുകൊണ്ടുപോയി എന്നാണ് പറയണത്. സ്വേന ബലേന ദൂരെ അനുദ്രുതാഹ. ഇവിടെ ഒന്നും നിൽക്കണ്ട, ഈ ശത്രുക്കളുടെ ആക്രമണം കാരണം നമുക്ക് മരണം തന്നെ വന്ന് ഭവിക്കുമോ എന്ന് പേടിയുള്ളത് കൊണ്ട് അവരെല്ലാവരും തന്നെ അവരവരുടെ രാജാക്കന്മാരെയും കൊണ്ട് ദൂരത്തേക്ക് ഓടിപ്പോയി. സൈന്യങ്ങളൊക്കെ ആദ്യം ഓടി, ഒപ്പം തന്നെ ഇവരെയും ഈ രാജാക്കന്മാരെയും പിടിച്ചുകൊണ്ടുപോയി. അനുദ്രുതാഹ അവരുടെ പിന്നാലെ സൈന്യങ്ങളും ഒക്കെ കൂടി ഓടിപ്പോയി. മഗധ രാജാവും അല്ലെങ്കിൽ മഗധ സൈന്യത്തിനോട് ഏറ്റുമുട്ടാൻ നിൽക്കാതെ അവർ ഓടിപ്പോയി എന്നാണ് പറയുന്നത്. പക്ഷേ ഇവർക്ക് അങ്ങനെ ഓടിപ്പോവാൻ കഴിയില്ലല്ലോ. ശ്രീകൃഷ്ണൻ്റെ സൈന്യങ്ങൾ അല്ലെങ്കിൽ ശ്രീകൃഷ്ണനോട് കടപ്പാടുള്ളതായ രാജാക്കന്മാരെന്താ പിന്നെ ചെയ്തത്? സ്വയം ഏവ യോദ്ധം ജവേന ജഗ്മു. ഈ രാജാക്കന്മാരാകട്ടെ എന്നാ വേണ്ട, സൈന്യങ്ങളൊന്നും കൂടെ ഇല്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ തന്നെത്താൻ യുദ്ധം ചെയ്തോളാം എന്ന് കരുതിയിട്ട്, അതാണ് സ്വയമേവ ഒറ്റയ്ക്ക് അവർ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്, യോദ്ധും ജവേന വേഗതയോട് കൂടിയിട്ട് വളരെ വേഗത്തിൽ ജഗ്മു തിരിച്ചു പോരുകയും ചെയ്തു. ഈ സാമന്ത രാജാക്കന്മാരെ അവരുടെ സൈന്യങ്ങൾ മാറ്റിക്കൊണ്ടുപോയിട്ടും ഇങ്ങനെ വിട്ടാൽ കൊള്ളില്ലല്ലോ, തങ്ങൾ പേടിച്ചോടിയവരല്ല, ശ്രീകൃഷ്ണനോട് കൂടെയാണ് എപ്പോഴും നിൽക്കുന്നത് എന്നുള്ളത്
സ്വയം ബോധ്യപ്പെടുത്താനും അതുപോലെ മധുര രാജധാനിയിലെ ജനങ്ങളെ, അവിടുത്തെ പ്രജകളെ അല്ലെങ്കിൽ അവിടുത്തെ ഭടന്മാരെ ബോധ്യപ്പെടുത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് തിരിച്ച് ഞങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും അവരോട് യുദ്ധം ചെയ്യും എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ വേഗത്തിൽ തിരിച്ചു പോന്നു, യുദ്ധം ചെയ്യാൻ വേണ്ടി പോന്നു എന്നർത്ഥം. അതാണിവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അവർ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിരുന്നില്ല എന്നർത്ഥം. ഇനി അടുത്ത ഒരു ശ്ലോകം, അവിടെ ബലരാമൻ എന്താണ് ചെയ്തതെന്നാണ് പറയണത്. 76-ാമത്തെ ശ്ലോകം നോക്കൂ. നവോദയാതാമ്രമിവാർക്കബിംബം മുഖം ദധാനോ മുസലീ സരോഷ ജഹാസമന്ദീകൃത സൈന്യഘോഷ ജവാദുദസ്ഥാച്ച വിലോലഹാര. നമുക്കാദ്യം പദച്ഛേദം പറയാം. നവോദയാതാമ്രം ഇവ അർക്കബിംബം മുഖം ദധാന മുസലീ സരോഷ ജഹാസ മന്ദീകൃത സൈന്യഘോഷ ജവാദ് ഉദസ്ഥാദ് ച വിലോലഹാര. മുസലി എന്ന് പറഞ്ഞാൽ ബലരാമനാണ്. മുസലം ഉലയ്ക്ക ആയുധമാക്കിയിട്ടുള്ളവൻ മുസലി ബലരാമൻ. ആ മുസലി എന്താ ചെയ്തത്? അദ്ദേഹം എങ്ങനെയായിരുന്നു? ദേഷ്യം കൊണ്ട് വിജൃംഭിച്ചിരുന്നു മുഖമൊക്കെ. അതാണ് നവോദയാതാമ്രം അർക്കബിംബം ഇവ മുഖം. നവോദയാതാമ്രം, നവോദയം എന്ന് പറഞ്ഞാൽ വെളുപ്പാങ്കാലത്ത് രാവിലെ ഉദിച്ചുയർന്നു വരുന്ന, അപ്പോൾ ഉദിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ, ഉദയ ആരംഭമാണ്. ആ സമയത്ത് നല്ലവണ്ണം ചുവന്നിരിക്കും സൂര്യൻ. ഉദിക്കുമ്പോഴും അതെ, അസ്തമിക്കുമ്പോഴും അതെ. സൂര്യനും ചന്ദ്രനും ഒക്കെ സാധാരണ കാണുന്നതിനേക്കാൾ കൂടുതൽ ചുവപ്പ് നിറം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചുവന്നിരിക്കുന്ന, നല്ലവണ്ണം ചുവന്ന്, അതായത് ആ താമ്രം എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തും ഒരുപോലെ ചുവന്നിരിക്കുന്ന അർക്കബിംബം ഇവ, അർക്കബിംബം സൂര്യബിംബം ഇവ, സൂര്യബിംബത്തെ പോലെ, മുഖം ദധാന, അതുപോലെയുള്ള മുഖം ധരിക്കുന്നവൻ, അതായത് ദേഷ്യം കൊണ്ട് ചുവന്ന് തുടുത്ത മുഖം ധരിക്കുന്നവനായ. അതുകൊണ്ട് തന്നെ അപ്പോൾ ആ ചുവന്ന് തുടുത്ത മുഖം എന്ന് പറയുന്നത് ദേഷ്യത്തിൻ്റെ ഒരു അവസ്ഥയാണല്ലോ കാണിച്ചു തരുന്നത്. അതാണ് സരോഷ, ദേഷ്യത്തോടു കൂടിയവനായ മുസലി. പിന്നെ എങ്ങനെയുണ്ട് മുസലിയുടെ മറ്റൊരു 2-3 വിശേഷണങ്ങൾ, 1-2 കൂടി പറയാണ്. മന്ദീകൃത സൈന്യഘോഷ വിലോലഹാര മുസലി. മന്ദീകൃത സൈന്യഘോഷം എന്ന് പറഞ്ഞാൽ, മന്ദീകൃതം എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാക്കുക, അല്പീകൃത, കുറച്ചു കൊണ്ടുവന്നു. എന്താ കുറച്ചത്? സൈന്യങ്ങളുടെ ഘോഷം. സൈന്യങ്ങളുടെ ഘോഷം എന്നുള്ളത് കൊണ്ട് ഇവിടെ ശത്രു സൈന്യങ്ങളുടെ ഘോഷമാണ് ഉദ്ദേശിക്കുന്നത്. ശത്രുക്കൾ ഇങ്ങനെ ആർത്തലച്ച് യുദ്ധം ചെയ്യാണ്. കുറേ പേര് ഓടിപ്പോണു, പേടിച്ച് യുദ്ധം അവസാനിപ്പിക്കുന്നു. യാദവന്മാരൊക്കെ പേടിച്ചാണ് പോണതെന്ന് കണ്ടിട്ട് ശത്രു സൈന്യങ്ങളൊക്കെ ഉറക്ക ഒച്ചടാൻ തുടങ്ങി, സന്തോഷം കൊണ്ട് ബഹളം വയ്ക്കാൻ തുടങ്ങി. ആ സമയത്താണ് ബലഭദ്രൻ്റെ രംഗപ്രവേശം. അത് കണ്ടതോട് കൂടിയിട്ട് ശത്രുക്കളുടെ സൈന്യങ്ങളുടെ ബഹളമൊക്കെ ഒന്ന് നിന്നു, പേടിച്ചു പോയി അവരൊക്കെ. അതാണ് ഉദ്ദേശിക്കുന്നത്. വെറുതെ ഒരു വരവൊന്നുമല്ല, മുഖമൊക്കെ ചുവന്നു തുടുത്ത്. അതുപോലെ പറയുന്നുണ്ട് വിലോലഹാര, ഹാരങ്ങൾ, കഴുത്തിലണിഞ്ഞിരിക്കുന്ന മാലകളൊക്കെ കിലുക്കിക്കൊണ്ട്. ആ ഒരു വരവിൻ്റെ പ്രത്യേകത തന്നെ നമുക്കിങ്ങനെ കൺമുമ്പിൽ കാണാം. കഴുത്തിലിട്ടിരിക്കുന്ന മാലയൊക്കെ ഇങ്ങനെ കിലുങ്ങുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കുലുങ്ങുക എന്ന് പറയുമ്പോൾ നടത്തത്തിൻ്റെ ഒരു ശക്തി, ഭൂമിയുടെ ഒരു കുലുക്കം. ബലഭദ്രൻ എന്ന പേര് വെറുതെ അല്ലല്ലോ ഇട്ടിരിക്കുന്നത്. ബലൻ എന്നുള്ള പേര് ആ ബലം മുഴുവനും അദ്ദേഹത്തിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ എല്ലാവരെയും വിറപ്പിച്ചുകൊണ്ട് ബലഭദ്രൻ അങ്ങോട്ട് രംഗപ്രവേശം ചെയ്തപ്പോൾ ആ ശത്രു സൈന്യത്തിൻ്റെ ഘോഷം ഒന്ന് കുറഞ്ഞു. അതാണ് മന്ദീകൃത സൈന്യഘോഷ വിലോലഹാര. ഹാരങ്ങളൊക്കെ കുലുക്കിക്കൊണ്ട് ഭഗവാൻ ബലഭദ്രൻ അങ്ങോട്ട് സൈന്യത്തിനെതിരെ യുദ്ധത്തിനായിട്ട് ഇറങ്ങിയപ്പോൾ ജഹാസ, വെറുതെ വരുമൊന്നുമല്ല ചെയ്തത്, ഉറക്ക ഒരു ഒട്ടഹാസം അങ്ങോട്ട് മുഴക്കി. ജഹാസ ജവാദ് ഉദസ്ഥാദ് ച, വേഗത്തിൽ അങ്ങോട്ട് എണീറ്റ് പുറപ്പെടുകയും ചെയ്തു. കുറച്ചു നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ കാണുമായിരുന്നു. തൻ്റെ മുമ്പിൽ യുദ്ധം എങ്ങനെയാണ് നടക്കണതെന്നൊക്കെയാണ് നോക്കിയിട്ട് ദേഷ്യത്തോടു കൂടി അങ്ങോട്ട് എണീറ്റപ്പോൾ തന്നെ ശത്രു സൈന്യങ്ങളുടെ ബഹളമൊക്കെ ഒന്ന് നിന്നു. ആ എണീക്കുമ്പോഴാണ് ശരീരത്തിൻ്റെ കുലുക്കവും മാലയുടെ അനങ്ങലും, മാലകൾ കിലുകിലാ എന്നിങ്ങനെ കിലുങ്ങിക്കൊണ്ടിരിക്കുന്നതും ഒക്കെയുള്ള ആ ഒരു ചിത്രം, ബലഭദ്രർ ആ സിംഹാസനത്തിൽ നിന്ന് ഇങ്ങനെ എണീറ്റ് യുദ്ധത്തിനായിട്ട് വരണത് ഇങ്ങനെ കണ്ണിൽ കാണുന്നത് പോലെ തോന്നുകയാണ്. അത്രയ്ക്ക് വീരോചിതമായിട്ടുള്ളൊരു പ്രവേശമായിരുന്നു ഭഗവാന്റേത്. ഇനി ശ്രീകൃഷ്ണൻ്റെ വരവിനെ പറ്റിയിട്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ബലഭദ്രരുടെ വരവാണ് വളരെ ശക്തമായിട്ട് കവി വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. പരേ പരോത്സേകമപാരയന്ത
സോഢും സമാരൂഢ സമഗ്രകോപ അനുദ്രുതാ സ്വേന ബലേന ദൂരേ ജവേന ജഗ്മു സ്വയമേവ യോദ്ധും നവോദയാതാമ്രമിവാർക്കബിംബം മുഖം ദധാനോ മുസലീ സരോഷ ജഹാസമന്ദീകൃത സൈന്യഘോഷ ജവാദുദസ്ഥാച്ച വിലോലഹാര. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.